ഹലോ, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുന്നേ കുറേ ആളുകൾ ചോദിച്ചിരുന്ന ഒന്നാണ് ഒരു സ്പെഷ്യൽ അയണിങ് മെഷീൻ. നമ്മുടെ പാക്ക് ഇടുമ്പോൾ ഹെയറിൻ്റെ ക്യൂട്ടിക്കിളിലൊക്കെ വളരെ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന അങ്ങനൊരു മെഷീനെ കുറിച്ച് കണ്ടുപോകാൻ ആളുകൾ ചോദിച്ചിരുന്നു. വളരെ കുറഞ്ഞ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് വന്നു. അത് ഇതുപോലെ ഷോപ്പിൽ എപ്പോഴും വരുന്ന ആളുകൾ പെട്ടെന്ന് എടുത്തിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നത്. അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് ഞാൻ ആക്ച്വലി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടും. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലാണ് ഇത് എന്തിനാണ്, ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമ്മൾ മിഡാസ് ബ്യൂട്ടി മാർട്ട് എന്ന് പറയുന്നത് ഒരു സലൂണല്ല, അതുപോലെ തന്നെ ഒരു അക്കാഡമിയുമല്ല. നമ്മൾ സലൂണിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. ഇത് ഞാൻ വീണ്ടും എല്ലാ വീഡിയോയിലും പറയാൻ കാരണം എന്ന് വെച്ചാൽ പലരും എന്നെ വിളിച്ചിട്ട് അക്കാഡമിയാണോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കോളുകൾ വരുന്നു. അതുപോലെ തന്നെ എനിക്കൊന്ന് കെരാറ്റിൻ ചെയ്തു തരാമോ, ഹെയർ സ്മൂത്തിൻ ചെയ്തു തരാമോ, നിങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി ആളുകൾ വിളിക്കുന്നു. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ സലൂണിലേക്ക് ആവശ്യമായ പ്രൊഫഷണൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റോറാണ് മിഡാസ് ബ്യൂട്ടി മാർട്ട്. അതിൻ്റെ യൂട്യൂബ് ചാനലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് മിഡാസ് ബ്യൂട്ടി ലാബ്. നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ട് കിട്ടും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ ഫേസ്ബുക്ക് ഐ ഡിയും അതിൽ ലഭ്യമാണ്. പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കട അവിടെയുണ്ടോ ഇവിടെയുണ്ടോ? വേറെ എങ്ങുമില്ല, മിഡാസ് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളാണ് എന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും സമീപിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഞങ്ങളോട് ഒന്ന് ഇൻഫോം ചെയ്യുകയും ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പേര് സാബു എന്നാണ്. നിങ്ങൾക്ക് പേഴ്സണലി എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സാബു മിഡാസ് എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുന്നതാണ്. ഒപ്പം പ്രൊഫഷണൽ ബ്യൂട്ടി രംഗത്തെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് പുറമെ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾ കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ തുടർന്നുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കും. ചെയ്യുന്ന വീഡിയോസിൻ്റെ കുറച്ച് ലെങ്ത് അല്ല, ഒരു ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട് സമയക്കുറവ് മൂലം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ച ഒരു വീഡിയോയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹെയർ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ് കോൾഡ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു കോൾഡ് ഷോട്ടിലൂടെ കണ്ടാൽ ഇതൊരു ചൂട് നമ്മുടെ സാധാ കാണുന്ന അയണിങ് മെഷീൻ പോലെ ഇരിക്കും. പക്ഷേ ഇതൊരിക്കലും ചൂടാവുന്ന ഒരു ഉപകരണമല്ല. ഇതിൻ്റെ ഉള്ളിൽ അൾട്രാസോണിക്കും അതുപോലെ തന്നെ ഇൻഫ്രാറെഡും, ഈ രണ്ട് സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഹോസ്പിറ്റൽ രംഗത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. പ്രത്യേകിച്ചും നമ്മളുടെ പല കാര്യങ്ങളിലും നമ്മുടെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് രംഗത്തൊക്കെ ഉപയോഗിക്കാനാണ്. പിന്നെ ഉള്ളത് അൾട്രാസോണിക്, രണ്ടും നിങ്ങൾക്ക് പരിചിതമാണ്. അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടാണ് അതിൽ നിന്ന് വരുന്നത്. പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലൂടെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൽ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ ആണെങ്കിലും പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അൾട്രാസോണിക്. ഇനി ഇതിൻ്റെ പ്രവർത്തന രീതി ഒന്ന് പറയാം ഞാൻ. ഇത് കണ്ടാൽ നമുക്കൊരു ഹോട്ടാവുന്ന അയണിങ് മെഷീൻ പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇതൊരിക്കലും ഞാനിത് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. യെസ്, മെഷീൻ ഓണായി. അതുകൊണ്ട് ഇത് ഓണാക്കി അപ്പം തന്നെ ആരും ഇതുപോലെ കയറി പിടിച്ചാൽ ഒന്നും സംഭവിക്കില്ല, കാരണം ഈ മെഷീൻ ചൂടാവില്ല. ഇത് ഈ കാണുന്നത് ഇൻഫ്രാറെഡും ഈ താഴെ കാണുന്ന ഈ പ്ലേറ്റിലാണ് അൾട്രാസോണിക്കും വരുന്നത്. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൈബ്രേഷൻ വരുള്ളൂ. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇത് കണ്ടോ, ഈ വെള്ളം 2 ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് കുറച്ചുകൂടി വെള്ളം ഉണ്ടായാൽ മാത്രമേ കാണുള്ളൂ. ഇനി ഇതേ ഒരു ഫീല് നിങ്ങൾക്ക് ഒരിക്കലും ഹെയർ മാസ്കോ അല്ലെങ്കിൽ ക്രീമോ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ മിസ്റ്റ് പോലെ വന്നോളണമെന്നില്ല. ഈ മിസ്റ്റ് പോലെ നമ്മൾ ചിലപ്പോൾ പാക്ക് ഇട്ടാൽ വന്നോളണമെന്നില്ല. വെള്ളമാണെങ്കിൽ മാത്രമാണ്, കാരണം ഈ വെള്ളത്തിൻ്റെ മോളിക്യൂളിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അൾട്രാസോണിക്കും ഇൻഫ്രാറെഡ്. മുകളിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡാണ് ഈ റെഡ് കളറിൽ കാണുന്നത്, നിങ്ങൾക്കറിയാം. താഴെ കാണിച്ചാണ് അൾട്രാസോണിക്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെയർ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്പാ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണോ ആ ക്രീം അകത്തേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കോൾഡ് ഷോട്ട്. ഇതൊരു ജാപ്പനീസ് ടെക്നോളജിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ചതായിട്ട് അവകാശപ്പെടുന്ന ഒരു കോൾഡ് ഷോട്ട് പുതിയ രീതിയിലുള്ള ഒരു ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആക്ച്വലി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. ഓരോ 10 സെക്കൻഡ് കഴിയുമ്പോഴും ഇതിൻ്റെ അൾട്രാസോണിക് അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ഇത് വർക്ക് ചെയ്യുക. സ്ലീപ്പ് മോഡിൽ, അതായത് ഒരു 10 സെക്കൻഡ് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ സ്ലീപ്പ് മോഡിലേക്ക് മാറുകയും ചെയ്യും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അയണിങ് മെഷീനിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ കോഡ് ഇങ്ങനെ ടേൺ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലയിൻസ് വരില്ല. ഇത് ഹോട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മുടി ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഹോട്ടല്ല ഇത്, നല്ല കോൾഡ്, നല്ല തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല തണുപ്പാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുടി ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ മുടിക്കകത്തുള്ള മോയ്സ്ചറിനെ അവിടെ തന്നെ ലോക്ക് ചെയ്യുകയും നല്ലൊരു മിനുസവും തിളക്കവും നമ്മുടെ മുടിക്ക് നൽകാനും ഈ മെഷീൻ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ സ്കാർലറ്റ് കമ്പനിയുടെയാണ് നിങ്ങൾക്കിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കമ്പനി അതിൻ്റെ കൂട്ടത്തിൽ 2 നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 ക്രൊക്കഡൈൽ ക്ലിപ്പ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ബോക്സിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ പ്രത്യേകം ചോദിച്ച് വാങ്ങാനായിട്ട് മറക്കണ്ട. അത് കമ്പനി അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെനു പോലെ ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് മെനു കാർഡ് ഇതിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ട്രീറ്റ്മെൻറ്റ്, അൾട്രാസോണിക് ടെക്നോളജി, സേഫ്റ്റി പ്രിക്കോഷൻ, അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ എലാസ്റ്റിസിറ്റി റീസ്റ്റോർ ചെയ്യാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. ഡാമേജ്ഡ് ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് വെച്ചിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് ഈ കോൾഡ് ഷോട്ട് കൊടുത്തിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ സ്പാ ഉപയോഗിക്കുന്ന സമയത്ത് ക്രീമാണെങ്കിലും ഒക്കെ നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കിളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഈ വെള്ളം വെച്ച് ഇങ്ങനെ കാണിച്ചു, അതുകൊണ്ട് നമ്മളിത് വെള്ളത്തിൽ ഉപയോഗിക്കാമെന്ന് ആരും കരുതരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചിലപ്പോൾ കറണ്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഈ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോ ഒരു മിസ്റ്റ് പോണ പോലെ തോന്നും. പക്ഷേ പാക്കും കാര്യങ്ങളും ഇട്ട് കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല. കാരണം വെള്ളത്തിൻ്റെ അംശമല്ല അതിലുണ്ടാവാതിരിക്കുക. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം കമ്പനി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാളെ കൊണ്ടുപോയിട്ട് ചേട്ടാ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പുക വന്നില്ലല്ലോ എന്ന് പറയരുത്. അത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ്. എന്നോട് കുറേ അധികം ആളുകൾ ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും എനിക്കറിയാം പ്രൊഫഷണൽ ഒരു കമ്പനിയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മിഡാസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വളരെ കുറച്ച് പീസുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും നിങ്ങളുടെ ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാനും കഴിയുന്ന ഒരു മെഷീനാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ.